അസ്സലാമു അലൈക്കും. ഇന്നൊരു യാത്രാ വ്ളോഗാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ചെന്നൈയിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ്. അപ്പോൾ ചെന്നൈയിൽ എന്തിനാണ് പോയി എന്നും ആ യാത്ര എങ്ങനെയായിരുന്നു എന്നും ഒക്കെയുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചെന്നൈയിലേക്കുള്ള എൻ്റെ യാത്ര തനിച്ചായിരുന്നു. തനിച്ചുള്ള ലോങ് ട്രിപ്പെല്ലാം ശീലമായതുകൊണ്ട് ഇപ്പോൾ എനിക്ക് തനിച്ചുള്ള യാത്രയൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. അങ്ങനെ വൈറ്റ് ഫീൽഡിൽ നിന്ന് 5:30 വെളുപ്പിന് 5:30 ട്രെയിൻ. അതിൽ എൻ്റെ മരുമകൻ കയറ്റിവിട്ടു. ചെന്നൈ സെൻട്രലിലേക്കായിരുന്നു എൻ്റെ യാത്ര. അവിടെ ചെന്നപ്പോഴത്തേക്ക് അനിയത്തിയും മകനും ഭർത്താവും ഒക്കെ എന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെന്നൈയിൽ പോയത് എന്തിനാന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിയുടെ മകന് ഗ്ലോക്കോമ എന്ന അസുഖമാണ്. അവൻ ജനിച്ച നാൾ മുതൽ ഗ്ലോക്കോമ അസുഖമാണ്. അതിൽ ഒരു കണ്ണിന് പൂർണ്ണമായിട്ട് കാഴ്ചയില്ല. രണ്ടാമത്തെ കണ്ണിന് 40% മാത്രമേ അവൻ്റെ കണ്ണിന് കാഴ്ചയുള്ളൂ. അതും നമ്മൾ ഇടയ്ക്ക് കാഴ്ച മങ്ങുന്ന സമയത്ത് ഒരു ഓപ്പറേഷൻ ചെയ്ത് നേരെയാക്കുമ്പോഴാണ് വീണ്ടും ഒരു 2-3 വർഷത്തേക്ക് കാഴ്ചയ്ക്ക് തകരാറില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ അവനിപ്പോൾ 17 വയസ്സായി. ഈ 17 വയസ്സിനകം പല രീതിയിൽ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും അവന് ഒരു കണ്ണിനൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ വീണ്ടും ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോയതാണ്. അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് ഇപ്പോൾ അവന് കാഴ്ചയൊക്കെ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് കാണാനാണ് ഞാൻ ചെന്നൈയിൽ പോയത്. അപ്പോൾ ചെന്നൈയിലെ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. കാരണം ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയാണ്. അവൻ ജനിച്ചിടം മുതൽ തന്നെ നമ്മൾ കണ്ണിൻ്റെ ചികിത്സ തുടങ്ങിയതാണ്. ആദ്യം നമ്മൾ മധുരയിലെ ജനിച്ച് 40 ദിവസം കഴിഞ്ഞിടം മുതൽ മധുരയിലെ അരവിന്ദ് ഹോസ്പിറ്റലിലായിരുന്നു അവന് ചികിത്സ. അതൊരു 3 വർഷം വരെ മാത്രമേ നീണ്ടു നിന്നുള്ളൂ. അവിടെ പിന്നെ ചികിത്സയില്ലായിരുന്നു. പിന്നെയാണ് നമ്മൾ ചെന്നൈയിൽ കൊണ്ടുവന്നത്. ഇപ്പം നമ്മൾ അവനെ ചികിത്സിക്കുന്നത് ചെന്നൈയിലെ ശങ്കർ നേത്രാലയ എന്ന ഹോസ്പിറ്റലിലാണ്. അവിടെ A to Z കണ്ണിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചികിത്സയുണ്ട്. ഏത് തന്നെ രീതിയിലുള്ള ഓപ്പറേഷൻ ആയാലും ഏത് രീതിയിലുള്ള ചികിത്സാ രീതികളായാലും ശങ്കർ ഹോസ്പിറ്റലിൽ വന്ന് ചെയ്ത് കിട്ടുന്നതാണ്. അതുകൊണ്ട് കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർ ഈ വീഡിയോ കാണുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഹോസ്പിറ്റലൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ചെന്നൈ സെൻട്രലിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്ന് അനിയത്തിയും അനിയനും മോനും കൂടാണ് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഞങ്ങളവിടെ ഒരു കസിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവൻ്റെ ചികിത്സ തുടങ്ങിയ കാലം മുതൽ ഈ കസിൻ്റെ വീട്ടിലാണ് അവർ സ്റ്റേ ചെയ്യുന്നത്. അത് ടൗണിൽ നിന്ന് ഒരല്പം മാറിയാണ്. ആദ്യം അവർ ടൗണിൽ തന്നെ ആയിരുന്നു. പിന്നെ ഇപ്പം ടൗണിൽ നിന്ന് അല്പം മാറി അപ്പാർട്ട്മെൻറ്റൊക്കെ വാങ്ങി അവിടെയാണ് അവർ താമസിക്കുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് അങ്ങോട്ടാണ്. അങ്ങനെ അന്ന് അവിടെ കഴിഞ്ഞ ശേഷം പിറ്റേന്നാണ് നമ്മൾ അവനെയും കൊണ്ട് വീണ്ടും ചെക്കപ്പിനായിട്ട് ശങ്കർ നേത്രാലയയിൽ പോയത്. പിന്നെ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ചെന്നൈ പട്ടണമൊക്കെ കാണാനായിട്ട് ഇറങ്ങി. അങ്ങനെ ടി നഗറിലും ചെന്നൈയിലെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ പോയി ഷോപ്പിങ്ങൊക്കെ നടത്തി അങ്ങനെ തിരികെ വീട്ടിൽ വന്നതിന് ശേഷം പിറ്റേന്ന് വൈകിട്ടാണ് ഞാൻ വൈറ്റ് ഫീൽഡിലേക്ക് തിരിച്ചത്. ഇതാണ് ഞങ്ങളുടെ ആ മോന്. അവന് ഇപ്പോൾ ഓപ്പറേഷന് ശേഷം ഒരു കണ്ണട കൊടുത്തിരിക്കുകയാണ് കണ്ണിൽ വെക്കാൻ, പൊടിയൊന്നും അടിക്കാതിരിക്കാൻ. ഇതല്ല അവൻ്റെ സ്ഥിരമായിട്ടുള്ള കണ്ണട. അതിനി കുറച്ച് ദിവസം കഴിഞ്ഞ് കൊടുക്കുകയുള്ളൂ. ഇപ്പോഴും അവന് ഭാഗികമായിട്ടുള്ള കാഴ്ച മാത്രമേ ഉള്ളൂ. എങ്കിലും അവന് ഒരുവിധം മങ്ങലോടുകൂടി കാഴ്ചകൾ കാണാൻ പറ്റും. അങ്ങനെ അവൻ പുറത്തോട്ട് നോക്കി ആ കാഴ്ചകളൊക്കെ ആസ്വദിക്കുകയാണ്. അങ്ങനെ കസിൻ്റെ വീട്ടിലൊക്കെ എത്തിയ ശേഷം
അവരുടെ ടെറസിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ് ഇത്. പിന്നെ പിറ്റേന്ന് രാവിലെ തന്നെ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു ഞങ്ങൾ. ഹോസ്പിറ്റലെല്ലാം ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ശങ്കർ നേത്രാലയയുടെ ഹോസ്പിറ്റൽ. ഇത് വേറൊരു ബ്ലോക്കും കൂടെ ഉണ്ട്. അത് ഇതിൻ്റെ വേറൊരു ഭാഗത്താണ്. അത് ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ്. അപ്പം നമ്മൾ ഇപ്പം വന്നിരിക്കുന്നത് ഈ ബ്ലോക്കിലാണ്. ഇതാണ് ആദ്യത്തെ ഹോസ്പിറ്റൽ. അവന് ഓപ്പറേഷനൊക്കെ നടക്കുന്നത് അടുത്ത ബ്ലോക്കിൽ വെച്ചാണ്. ഇവിടെ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെയാണ് മിക്കവാറും നടക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ആരെങ്കിലും കണ്ണിൻ്റെ കാര്യങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആർക്കെങ്കിലും ഈ വീഡിയോ കൊണ്ടൊന്ന് പ്രയോജനപ്പെട്ടാൽ അതൊരു വലിയ കാര്യമായിരിക്കും. പിന്നെ നമ്മൾ ഇവിടുന്ന് ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ പോയത് ടി നഗറിലേക്കാണ്. അപ്പോൾ ഇടയ്ക്കുള്ള കാഴ്ചകളും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടി നഗറിൽ നമ്മൾ ശരവണ സ്റ്റോഴ്സിലും ശരവണ സ്റ്റോഴ്സിൻ്റെ പാത്രക്കടയിലും ഒക്കെ കയറിയത് വീഡിയോയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് ഇറങ്ങി വരാൻ തോന്നില്ല. അത്രയ്ക്കാണ് അവിടുത്തെ പാത്രങ്ങളും അതിൻ്റെ വിലക്കുറവാണ് എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത്. പിന്നെ നമ്മൾ വീട്ടമ്മമാർ പാത്രങ്ങൾ കണ്ടാൽ വിടില്ലല്ലോ. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.
you.